മാഷേ, യെസ്, ഈ ചാനലുകൾ മറ്റേ TRP റേറ്റിംഗ് വേണ്ട എന്ന് ബാർക്കിനോട് കേന്ദ്രം നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധം, ഇറാൻ അമേരിക്ക യുദ്ധം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അത് അവരുടെ അജണ്ടയിൽ ഇപ്പം ഇല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ പല ചാനലുകളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ചില ചാനലുകൾ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്ക് നിയമസഭ ആണ് വരിക എന്ന് കണ്ടിട്ടുണ്ട്. 70 എന്നൊക്കെയുള്ള മട്ടിൽ UDF-ന് 70 ഇല്ലേ, UDF-ന് 70, NDAക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല. NDAക്ക് ചില ചാനലുകൾ 2 സീറ്റ് കൊടുക്കാനുള്ള ഔദാര്യമൊക്കെ കാണിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു ഡിസിസീവ് മാൻഡേറ്റ് അല്ലേ ഇവിടെ ഉണ്ടാകാൻ സാധ്യത? അതായത് കൃത്യമായ ഒരു വോട്ടല്ലേ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യത? അതോ ഒരു തൂക്ക് നിയമസഭ വരുമോ? അല്ല, തൂക്ക് നിയമസഭയ്ക്കുള്ള ഒരു സാധ്യതയും സാറേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ ആർക്കും കാണാൻ കഴിയില്ല. എവിടുന്നാണ് നമ്മുടെ ചാനലുകൾക്ക് ഇത്തരം ഊഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാമ്പിൾ സർവേ ഏത് പ്രാതിനിധ്യ പ്രകാരം എടുത്തിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ സാമ്പിൾ എവിടുന്നാണ് എടുക്കുന്നതെന്നും. ഇന്നത്തെ അവസ്ഥയിൽ വളരെ പ്രകടമായി തന്നെ ഒരു നല്ല മെജോറിറ്റിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഇപ്പോൾ UDF-ന്റെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ചകളുണ്ടായാലും കൂടി അവർ തമ്മിലുള്ള അന്തസംഘർഷം വളരെയേറെ മൂർച്ഛിച്ചിട്ട് പരസ്പരം തോൽപ്പിച്ചേ അടങ്ങൂ. UDF അധികാരത്തിൽ വരികയേ വേണ്ടെന്ന് അവർ തീരുമാനിക്കാത്ത കാലത്തോളം പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റിനും എതിരായിട്ടുള്ള ജനവികാരം അത്ര ശക്തമാണ്, അത്രമേൽ രൂക്ഷമാണെന്ന് മാത്രമല്ല, അവർ അടുത്ത കാലത്ത് അവസാനത്തെ വർഷത്തേക്ക് വെച്ച് കൊണ്ടുവന്ന എല്ലാ ജനപ്രിയ സംഗതികളും, ജനപ്രിയം എന്ന പേരിൽ കൊണ്ടുവന്ന ഈ PR പദ്ധതികൾ മുഴുവൻ തുന്നം പാടിയിട്ടുണ്ട്. ദയനീയമായ പരാജയമാണ്. അത് അറിഞ്ഞും അറിയാതെയും ഒക്കെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഉദ്ദേശിച്ചത് PR ഏജൻസികൾ നടത്തുന്ന പരിപാടികൾ, PR ഏജൻസികൾ നടത്തുന്ന പരിപാടികൾ, MB നികേഷ് കുമാർ ഈ PR-നേക്കാളും വലിയ PR ആയി നടത്തിയ പരിപാടികൾ അവർക്ക് തന്നെ ഇപ്പോൾ പലതും പിൻവലിക്കുകയും നിർത്തിവെക്കേണ്ടിയും വന്നു. പിന്നെ ഏറ്റവും ഒടുവിൽ ഈ അവസാനം മറ്റേ ചൂരൽമലയിൽ മമ്മൂട്ടി പോയതും മമ്മൂട്ടിയുടെ കൂടെ റഫീഖ് പോയതും റഫീഖിനോട് മമ്മൂട്ടി കലഹിച്ചതും ഇതൊക്കെ ആരെങ്കിലും വാർത്തയാവുമെന്ന് പോലും ആരും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR വർക്കുകൾ പരാജയപ്പെടുകയാണ്. മമ്മൂട്ടിക്കൊക്കെ ഒരുപക്ഷെ വളരെ പ്ലാൻ ചെയ്ത് വലിയ പ്രതിഫലമൊക്കെ കൊടുത്തൊക്കെ തന്നെ ആയിരിക്കണം വരുത്തിയത്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, അദ്ദേഹം ചെന്നൈയിൽ നിന്ന് നേരെ കോഴിക്കോട്ട് വന്നിട്ട് ഞങ്ങൾ ആരും അറിയാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എന്തൊരു യാദൃച്ഛികത ആലോചിച്ച് നോക്കൂ. അങ്ങനെ വന്നതുകൊണ്ട് ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റഫീഖ് കൂടെ പോയത്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. റഫീഖ് അവിടെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ MA ബേബി അന്ന് രാവിലെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പൊ ബേബിയുടെ കൂടെ വന്നതാണ്. അത് കഴിഞ്ഞപ്പോ മമ്മൂട്ടിയും പാർട്ടിയുടെ ആള് തന്നെയാണ്, പാർട്ടിക്കാരൻ തന്നെയാണ്. മമ്മൂട്ടിയുടെ കൂടെ ഈ റഫീഖ് നടന്നാലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം മമ്മൂട്ടി പാർട്ടി പഴയ സഭക്കാരൻ, കൈരളിയുടെ ചെയർമാൻ. അപ്പൊ ഈ ജില്ലാ സെക്രട്ടറി കൂടെ നടന്നത് കൊണ്ട് വലിയ നടന്നില്ലെങ്കിലും നടന്നാലും വ്യത്യാസമൊന്നും. പക്ഷെ ഒരു നാടകം ഉണ്ടാവുകയും നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച തിരക്കഥ ഉണ്ടാവുമല്ലോ. മമ്മൂട്ടി പാർട്ടിക്ക് വേണ്ടിയൊന്നും വന്നതല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടൻ എന്ന നിലയിൽ എല്ലാവരെയും ഇത് ബോധ്യപ്പെടുത്താൻ, പിണറായി സർക്കാരിന്റെ ഒരു നന്മ ജനങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ വന്നതാണ്. അപ്പൊ നീ എന്റെ കൂടെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കൂലേ എന്നൊക്കെയുള്ള പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ നാടകത്തിൽ നിന്ന് ഒരു ഇത്തിരി പാളിപ്പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ്. ഒരു അതിജീവിതയെ വെച്ചിട്ട് ഒരു പരസ്യം സർക്കാർ ചെയ്തിട്ടുണ്ട്, വേടനെ വെച്ചിട്ട് പരസ്യം ചെയ്തിട്ടുണ്ട്. ഈ അതിജീവിതയെ വെച്ച് പരസ്യം ചെയ്തിരിക്കുമ്പോഴാണ് വാളകത്ത് അരുതാത്ത നിലയില് ഗണേഷ് കുമാറിനെ കാണുന്നത്. അതാണ് ഏറ്റവും, അതായത് ഈ ശനിദശ ഒഴിഞ്ഞിട്ടില്ല ഇതിന്, ഇങ്ങനെ ഓരോന്ന് ഇത് കഴിഞ്ഞ അടുത്തത് വരും. അല്ല, തീർച്ചയായിട്ടും ഇനി സമയമില്ലല്ലോ സാർ, അവസാനത്തേക്ക് വെച്ചത് മുഴുവൻ. ഇപ്പോ ഗണേഷ് കുമാർ മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് തല്ലുകൊണ്ടില്ലേ ഒരു ഭർത്താവിൽ നിന്ന്. അപ്പൊ അന്ന് മറ്റേ രാജിവെക്കണം ഗണേഷ് കുമാർ അന്ന് പിണറായി വിജയൻ നിർബന്ധം പിടിച്ചതാണ്. നിർബന്ധം പിടിച്ചതാണ്. ആ പിണറായി വിജയൻ ഇപ്പൊ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. മാത്രമല്ല, ഇതെനിക്ക് തോന്നുന്നു ഈ ശനിദശ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് തുടങ്ങിയത് ഈ നമ്മുടെ അയ്യപ്പ സംഗമം തൊട്ടാണ് ഇത്ര രൂക്ഷമായത്. അയ്യപ്പ സംഗമം കൃത്യമായ ഒരു വല്ലാത്ത അട്ടിമറിയാണല്ലോ, ഒരു പ്ലാനാണല്ലോ. ഇപ്പോൾ എവിടെയാ ചെന്ന് നിൽക്കുന്നത്? ഏറ്റവും ഒടുവിൽ പോയിട്ട് സർക്കാർ അഫിഡവിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു.
അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു അത്രേ. ദേവസ്വം ബോർഡ് കൊടുത്തു. എന്നിട്ട് എന്താ മന്ത്രി പറയുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡിനോട് ഇഷ്ടം പോലെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡ് ചെയർമാൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാറ് പറയുന്നത് ഞങ്ങൾ അത് ആചാര ലംഘനത്തിനെതിരാണ്, ആചാരം പാലിക്കണമെന്ന് പറയാൻ. മാഷ, സുപ്രീം കോടതി വിധിയിലെ വേണ്ടത്ര ചർച്ച ചെയ്യാത്തൊരു ഭാഗം എന്താന്ന് വെച്ചാൽ, അന്ന് ശബരിമലയില് മറ്റേ യുവതികൾക്ക് പ്രവേശിക്കാം എന്ന് വിധിച്ചപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ പാസ്സാക്കിയിട്ടുള്ള നിയമത്തില് ഹിന്ദു ക്ഷേത്ര നിയമത്തിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾ ഈ പ്രായത്തിലുള്ളവർ പ്രവേശിക്കരുത് എന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കേരളം പാസ്സാക്കിയ നിയമസഭ പാസ്സാക്കിയ നിയമത്തിൽ തന്നെ 1965 പാസ്സാക്കിയ നിയമത്തിൻ്റെ അകത്ത് അത് എടുത്തു കളഞ്ഞു സുപ്രീം കോടതിയുടെ ശബരിമല വിധി. കേരളത്തിലെ ഒരു നിയമത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്ന വകുപ്പ് എടുത്ത് കളഞ്ഞു. അപ്പൊ കേരളം സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് ആ വകുപ്പ് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് വാദിക്കണം എന്നാണ് വാദിക്കേണ്ടത്. നമ്മുടെ ഡിമാൻഡ് അതായിരിക്കണം. അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നവോത്ഥാനം, വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ കൊണ്ടുപോയി അവിടെ കുടിയിരുത്താനുള്ള സമരം, നവോത്ഥാന മതില്, നവോത്ഥാന ജാഥ, വെള്ളാപ്പള്ളി നടേശനെ അതിന്റെ തലപ്പത്ത് കൂടി, അബദ്ധങ്ങളുടെ അത് അബദ്ധങ്ങളുടെ പരമ്പരയാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതല്ല. ഇപ്പൊ കണ്ടില്ലേ, ശമ്പള പരിഷ്കരണം വെക്കുന്നത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. കാത്തുകെട്ടിക്കിടന്ന ഈ അരിയറായി കിടക്കുന്ന ഈ DA ആണ് ഇപ്പൊ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കൊടുക്കുന്നത് ഇലക്ഷന്റെ തലേന്ന് വരെ മാറ്റിവെച്ചു എന്നുള്ള ഒന്ന്. ഏതുപോലെ നമ്മുടെ ക്ഷേമ പെൻഷൻ പോലെ ഇലക്ഷന്റെ തലേന്ന് വരെ മാറ്റിവെച്ചത് ഒരു കുറ്റം. മാറ്റിവെച്ചത് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കത്തയക്കുക എല്ലാവർക്കും, ഞാൻ തന്നിരിക്കുന്നു, ഞാനാരാ, ഈ പാവം ജനങ്ങളുടെ നികുതി പണം എടുത്ത്. അതുപോലെ ആ JB കോശി റിപ്പോർട്ട്, അതെ, ക്രിസ്ത്യാനികളുടെ കണ്ണിൽ പൊടിയിടുകയല്ലേ ചെയ്തത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ശുപാർശകളൊന്നും നടപ്പാക്കിയിട്ടില്ല. വെള്ളക്കരം, വൈദ്യുതി ചാർജ് തുടങ്ങിയ മഠങ്ങളിലെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ളതൊക്കെ അടുത്ത സർക്കാരിന്റെ തലയ്ക്ക് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചൊരു ചർച്ച നടത്തി പിരിഞ്ഞിരിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട ശുപാർശകൾ, വിദ്യാഭ്യാസ സംവരണം പോലത്തെ ഒന്നും നടപ്പാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ അടുത്ത മന്ത്രിസഭയുടെ തലയിലേക്ക്, അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് ഇവർ ധാരാളം കാര്യങ്ങൾ വെച്ച് പോയിട്ടുണ്ട്, ഇതുപോലെ ബാധ്യതകളും ഒക്കെ. അപ്പൊ ഇവര് അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ഉറപ്പിലല്ലേ അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണോ പറഞ്ഞത്, K. മുരളീധരൻ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പൊ മോഹൻലാലിന്റെ ഒരു വരവ്, അത് എന്തുമാത്രം പരിഹാസ്യമായിപ്പോയി ആലോചിച്ചു. ഈ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയെ വെച്ചുകൊണ്ട് മോഹൻലാൽ പണ്ട് ചെയ്ത സാധനത്തിന് തലക്കെട്ട് 20 അതേ സാധനം വേറൊരു 20 എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു മെസ്സേജ് എന്താ? ഉമ്മൻചാണ്ടിയും 20 ഇദ്ദേഹവും 20 എന്നിട്ട് അതൊന്ന്, അതിന്റെ പുറമെ വലിയ കോമ്പൻസ് ഇതാണ് അത്ര അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ കൊടുക്കുക. അതുണ്ടാകാൻ അത് റെമ്യൂണറേഷൻ അങ്ങനെയല്ല. അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അത് മോഹൻലാൽ വേറെ ചില പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ KSRTCയിലൊക്കെ പോകുന്നത് ഈ ഇന്റർവ്യൂവിന് എന്ന് പറഞ്ഞിട്ട് പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. മറ്റേതിലാണ് സർക്കാരിന്റെ സൗകര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. സർക്കാരിന്റെ ഞാൻ പറഞ്ഞ വേറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാർ പരസ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത് അത് ആ വകയിൽ വകയിരുത്തി കൊടുത്താൽ മതിയല്ലോ. ഇതൊക്കെ ഇതാണല്ലോ അതിന്റെ മോഹൻലാൽ മുതലാക്കാതിരിക്കൂലല്ലോ തോന്നും. അതുപോലും ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവായി. വേടന്റെ പരസ്യത്തിന്റെ വാക്യങ്ങൾ തന്നെ, വേടന്റെ പാട്ടുകളൊന്നും ഇവർ ശ്രദ്ധിച്ചിട്ടാവണമെന്നില്ല. ഇപ്പോ ഗണേഷ് കുമാറിനെ ഈ പരസ്യത്തിന്റെ ഒക്കെ ചെലവ്, വേടന്റെ അതിജീവിതയുടെ ഒക്കെ പരസ്യത്തിന്റെ ഒക്കെ ചെലവ് 40 ലക്ഷം രൂപയാണ് ഏതാണ്ട് മൊത്തം പരസ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ പരസ്യം എടുത്തിരിക്കുന്നതിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഇത് ഓരോ ചാനലുകൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ചെറിയ ചാനൽ 24 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം സെക്കൻഡിന് 13,000 രൂപ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ മൊത്തം പരസ്യം ഏറ്റവും ചെറിയ ചാനലിന് കൊടുക്കുമ്പോൾ തന്നെ 25 ലക്ഷം രൂപ വരും. ഇത് സർക്കാരിന്റെ പരസ്യം എന്ന് പറഞ്ഞിട്ട് ഇത് PRDയെ കൊണ്ടാണ്, ഈ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളാ ശരിക്കും, എന്നിട്ട് PRDയെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ജനങ്ങളുടെ ചെലവിൽ ഒരു മുന്നണിയുടെ ഇലക്ഷൻ പ്രചരണം നടത്തുന്നു എന്നർത്ഥം. അപ്പൊ ഇതിൽ സാറേ ഞാൻ സാറിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ ഈ വാർത്താ ചാനലുകൾ മനുഷ്യനോടും മണ്ണിനോടും മനുഷ്യന്റെ മനസ്സിനോടും ബന്ധമില്ലാതെ എന്ത് സർവേ റിപ്പോർട്ടുകൾ വരട്ടെ, കൃത്യമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും അതിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കും കൃത്യമായ ചിത്രം ഉണ്ടല്ലോ കേരളത്തിന്റെ പൾസ് എന്താണെന്ന്.
അതിൽ വ്യത്യസ്തമായ ഒരു ചിത്രം ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും ഇപ്പോൾ UDF-ഓ LDF-ഓ കേരളത്തിൽ ഹങ് അസംബ്ലി വരുമെന്ന് പറഞ്ഞിട്ടില്ല, തൂക്ക് നിയമസഭ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് NDA-യുടെ BJP-യുടെ നേതാവ്, BJP-യുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഇത് ശരിവെക്കുന്നു. ഹങ് പാർലമെന്റ്, ഹങ് അസംബ്ലി വരും, ഹങ് അസംബ്ലി വന്നാൽ ഞങ്ങൾ നിർണായകമായിരിക്കും. BJP പോലെ ഒരു പാർട്ടിക്ക്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു സംസ്ഥാന ഭരണത്തിൽ ആകെയുള്ള പ്രതീക്ഷ, മോഹം UDF-ഉം LDF-ഉം ഹങ്ങായി വന്നാൽ, ഈക്വലായിട്ട് വന്നാൽ അപ്പം ഞങ്ങൾക്ക് റോൾ ഉണ്ടാവും എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്നതല്ലേ. അല്ല, അദ്ദേഹത്തിനൊരു ചാനൽ ഉണ്ടല്ലോ. അപ്പൊ ഈ ചാനൽ ഹങ് അസംബ്ലി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പം മാതൃഭൂമി ചാനൽ ഹങ് അസംബ്ലി എന്ന് പറഞ്ഞാല് അത് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ചോദ്യം എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോടുണ്ട്. 2 സീറ്റാണ് ഇന്ത്യക്ക് എന്നാണല്ലോ അവരുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. അതും കൂടി അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ന്യായമായ ചോദ്യമാണ്. 2 സീറ്റ് വെച്ചിട്ട് ഞങ്ങൾ നിർണായകമാവുന്നത് എങ്ങനെയാ? സത്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് കണക്ക് തെറ്റുന്നത്. അവർക്കാണ് ശരിയായ കണക്കില്ലാത്തത്. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ജനവികാരം എന്ത്. സാധാരണ ജനങ്ങൾ, ഒന്ന് ഗ്രാമങ്ങളിൽ, സാറിപ്പോൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരാൾ, അനുഭവിക്കുന്ന ഒരാളല്ലേ, എല്ലാ മനുഷ്യർക്കും ഒരു ചിത്രമുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ജനങ്ങൾ വോട്ട് ചെയ്തത്, സാധാരണ വോട്ട് ചെയ്യുന്നത് അവർക്ക് നല്ല പരിചയമുള്ള പൊതുപ്രവർത്തകരായി. ഇത്തവണ അങ്ങനെയല്ല. വോട്ട് ചെയ്യാൻ പോയപ്പോൾ പിണറായി വിജയന് എതിരായിട്ട് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ തന്നെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാനൽ ചെയ്തത് അറിയപ്പെടുന്ന മറ്റേ ഈ ഇലക്ട്രൽ സർവേ ഫേമിനെ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ പേര് പറയുന്നില്ല. മറ്റേവര് അത്യാവശ്യം അറിയപ്പെടുന്നവരെ കൊണ്ടാണ് ചെയ്യിച്ചതെങ്കിൽ പോലും അവര് മറ്റേ ചാനല് മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സർവേ കമ്പനികൾ കൊടുക്കുന്ന റിസൾട്ടിൽ തന്നെ ഇവർക്ക് സൗകര്യമുള്ള വിധത്തിൽ ഇവരുടേതായ മാനിപ്പുലേഷൻ നടത്തിയ ശേഷമാണ് ഇത് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കുഴപ്പം വരുന്നത്. കാരണം ആരാണ് തെരഞ്ഞെടുപ്പിന് കോടികൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അനുസരിച്ച് ഇവർ തോൽക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാശ് മേടിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ധർമ്മസങ്കടം ചാനലുകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നിറം കലർത്തിയ സർവേ റിപ്പോർട്ടുകളാണ് ഈ വരുന്നത്. ആ സർവേ റിപ്പോർട്ടുകൾ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നത്? അതാണ്, മറ്റാര് വിശ്വസിച്ചാലും ഈ ചാനലുകളുടെ സർവേകൾക്ക് പിന്നിലുള്ള സകല സ്വകാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, മറ്റാര് വിശ്വസിച്ചാലും, മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ ജി അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറയണം ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുന്നുള്ളത് കൊണ്ടാണ് അങ്ങ് അസംബ്ലി വരുന്നത് എന്ന് പറഞ്ഞാൽ അത് മര്യാദ പോസിറ്റീവ്, ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. അണികൾക്ക് ഒരു ആവേശം കൊടുക്കാനും ഒക്കെ പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കിതിൽ ഇങ്ങനെ പറഞ്ഞു വെക്കാവുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഹങ് അസംബ്ലി, ഹങ് പാർലമെന്റ് എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം ഈ ചാനലുകളുടെ ഈ അന്തർനാടകങ്ങളാണ്. അത് വളരെ കൂടുതൽ പണം, മൂലധനാധിഷ്ഠിതമായ ഒരു കണ്ടെത്തലുകളാണ്. അത് ജനമനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരളത്തിലാണെങ്കിൽ 1965-ലാണല്ലോ ആകെ ഈ ഹങ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടൊരു ഒരിക്കൽ മാത്രം. അതല്ലാതെ പിന്നെ മുന്നണികളിലൊക്കെ വന്ന ശേഷം ഇത് കൃത്യമായി, ഒന്നാമത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇത്തവണ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ശബരിമലയൊക്കെ വിഷയങ്ങളെമ്പാടുണ്ട്. ആളുകൾക്ക് ഒരു മരവിപ്പ് ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, എമ്പാടുണ്ട്. നാട്ടുകാരുടെ ഒക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതെ, വലിയ തോതിൽ തന്നെ തീരുമാനമുള്ള ഒരു ഫലമായിരിക്കും ഇത്തവണ വരാൻ പോവുക. യാതൊരു തർക്കവുമില്ല. അത് എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും കൂടി ആ ബോധ്യം ഉണ്ടായാൽ നന്നായി. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.